നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. എൻ്റെ 7ാമത്തെ ഷോർട്ട് ഫിലിം ആ രാത്രിയിൽ നീലക്കുറിഞ്ഞി പൂത്തില്ല എന്നുള്ളതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. പ്രൊഡ്യൂസറൊന്നും ശരിയായിട്ടില്ല. എന്നിരുന്നാലും ഒരു ജീവിതഗന്ധിയായ നടന്ന സംഭവത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹ്രസ്വചിത്രമാണ് ആ രാത്രി നീലക്കുറിഞ്ഞി പൂത്തില്ല എന്നുള്ളത്. മനുഷ്യ സ്നേഹം അത് എങ്ങനെ പ്രകടിപ്പിക്കണം, എവിടെ പ്രകടിപ്പിക്കണം, എത്തരത്തിലാവണം, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, സഹോദരികൾ, വലിയവർ, മൂത്തവർ, ചെറിയവർ, അങ്ങനെ ജീവിതത്തിൻ്റെ പല തട്ടുകൾ ഞാൻ നേരിൽ കണ്ട എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുക്കാൻ ശ്രമിക്കുന്നത്. തിരക്കഥ എഴുതി വെച്ചിട്ട് തന്നെ വർഷങ്ങളായി. ഞാൻ നേരിൽ കണ്ട ഒരു അനുഭവം, എങ്ങനെ ഒരു അച്ഛനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു അമ്മയെ സ്നേഹിക്കണം, ഒടുവിൽ ഒരു പിടി ചാരമായി മാറിയ ശേഷം ആത്മാവിന് ശാന്തി ലഭിക്കാനും ആത്മാവിന് മോക്ഷം കിട്ടാനും പരക്കം പായുന്ന മനുഷ്യ മനസ്സ്. ഇവിടെ ആരെയും വിമർശിക്കുന്നില്ല. കാലത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോകും, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷേ സ്നേഹം എന്നത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. ജീവിതത്തിൻ്റെ നൈരന്ത്രികമായ ഭാവം, ജീവിതത്തിൻ്റെ തേരോട്ടം, ജീവിതത്തിൻ്റെ മുങ്ങലും മൂളലും എല്ലാം ഒരു പുരുഷായുസ് 120 വർഷമെന്നാണ് കണക്ക്. അതിൻ്റെ പകുതി പോലും ഇന്ന് പലരും ജീവിക്കുന്നില്ല. ജീവിക്കുന്ന നിമിഷങ്ങളിൽ സ്നേഹത്തിൻ്റെ പര്യായമാവണം നമ്മുടെ ജീവിതം. ഇവിടെ വേദവും വേദാന്തവും പ്രഭാഷണങ്ങളും ഗീതോപദേശവും ഒന്നുമല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിൽ വർഗ ഭേദമില്ലാതെ മനുഷ്യർ എന്നുള്ള ചിന്തയിൽ സ്നേഹിക്കാൻ പഠിക്കുക. ആ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവം നമ്മളിൽ എന്നും സ്ഥായിയായി നിൽക്കും എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ഒരു നടന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കുന്ന ഒരു കൊച്ചു ചിത്രം, അതിൻ്റെ തുടക്കമായി കുമരകം എന്ന സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്യണം എന്നൊക്കെയാണ് മനസ്സിൻ്റെ ആഗ്രഹം. വീണ്ടും ലൊക്കേഷനുകൾ മാറാം, എങ്കിലും അതിലും 1 or 2 പേരൊഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം പുതുമുഖങ്ങളാണ്. അതിലും എൻ്റെ ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിൻ്റെ കമ്പോസിങ്ങും മറ്റും ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതിലെ വരികൾ, ഞാൻ ഗായകനൊന്നുമല്ല കേട്ടോ, അതിലെ വരികൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം, ഇഷ്ടപ്പെടുമെന്ന് കരുതട്ടെ. നിൻമുഖം കണ്ടു ഞാൻ ജീവിതത്തേരിലേറി, ഹൃദയത്തിൻ താളവുമായി നിൽപ്പൂ ഞാൻ. ഇന്നലെ മയങ്ങിയില്ല, ഇന്നും ഞാൻ മയങ്ങിയില്ല, കൺപോള ചിമ്മുന്നു മകനെ നിൻരോധനത്താൽ. നിൻമുഖം കണ്ടു ഞാൻ ജീവിതത്തേരിലേറി, ഹൃദയത്തിൻ താളവുമായി നിൽപ്പൂ ഞാൻ. ഇന്നലെ മയങ്ങിയില്ല, ഇന്നും ഞാൻ മയങ്ങിയില്ല, കൺപോള ചിമ്മുന്നു മകനെ നിൻരോധ
മോഹനത്താൽ കണ്ടുപോയൻ മനം വിതുമ്പുന്നു നിന്നെയോർത്ത്. കാതങ്ങളായി ഉരുകുന്നു എൻ മനം. ഇമ്മട്ടിലിത്തിരി വെട്ടത്തിനായി ഹൃദയം തുടിക്കുന്നു പൊന്നോമനെ. കണ്ടുപോയൻ മനം വിതുമ്പുന്നു നിന്നെയോർത്ത്. കാതങ്ങളായി ഉരുകുന്നു എൻ മനം. ഇമ്മട്ടിലിത്തിരി വെട്ടത്തിനായി ഹൃദയം തുടിക്കുന്നു പൊന്നോമനെ. നിൻമുഖം കണ്ടു ഞാൻ ജീവിതത്തേരിലേറി. ഹൃദയത്തിൻ താളവുമായി നിൽപ്പൂ ഞാൻ. ഇന്നലെ മയങ്ങിയില്ല, ഇന്നും ഞാൻ മയങ്ങിയില്ല. കൺപോള ചിമ്മുന്നു മകനേ നിൻ രോദനത്താൽ. അമ്മയാം ജീവനിൽ നീയല്ലാതാരുമില്ല. അമ്മയാം ജീവനിൽ നീയല്ലാതാരുമില്ല. നിന്നിലെ നിന്നെ ഞാൻ കാണുന്നു ഈ വേളയിൽ. അഗ്നി പടർന്നു കയറും നീ രക്തധമനികളിൽ. നിനക്കായി നൽകുന്നു എൻ ഹൃദയവും മനസ്സും. ഇത് താളവും രാഗവും ഒന്നും ചേർത്തല്ല, എൻ്റെ വോയിസിൽ ജസ്റ്റ് പാടിയെന്നേ ഉള്ളൂ. ഇത് ഈ ചിത്രത്തിലെ ഒരു പ്രധാന സീൻ ഉൾക്കൊള്ളിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പര്യായമായിരിക്കണം ജീവിതം എന്ന സന്ദേശമാണ് ഞാൻ ഈ ഹ്രസ്വചിത്രത്തിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ മനസ്സ് അത് വേലിയേറ്റവും വേലിയിറക്കവും പോലെയാണ്. ഉപദേശിക്കാൻ ആർക്കും കഴിയും, പക്ഷേ ജീവിതത്തിൽ അതിനെ നേരിടാനും സ്നേഹം നൽകാനും നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഏതായാലും ഈ ചിത്രത്തിലെ ഗാനത്തിൻ്റെ പണിപ്പുരയിൽ ശ്രീ ഗോപകുമാർ ഉടനെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള ആദ്യ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ.